അടുത്തതായി വേദിയിൽ ബഹുമാനപ്പെട്ട സമസ്തകാല ജമിയത്തുൽ-ഉലമയുടെ കഴിഞ്ഞകാല ചരിത്രം സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ട് നടത്തുന്ന സീറ പാരായണം ഇവിടെ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രശസ്ത ഗായകൻ കാതികനുമായ ബഹുമാനപ്പെട്ട നാലകത്ത് റസാഖ് ഫൈലിയും പിന്നണിയിൽ ബഹുമാനപ്പെട്ട അബ്ദുള്ള വാഫിയും സത്താർ താഴക്കോടും അണിനിരക്കുന്നു. അവരെ സാദരം ക്ഷണിക്കുന്നു. മുത്ത് റസൂലും സ്വഹാബത്തും ചൊന്ന ഉത്തമ മാർഗത്തിൻ പാതയിൽ മുന്തിയ പാശം നെഞ്ചേറ്റി മണ്ണിൽ ചന്തം ജനത അന്ന് വരക്കലിൽ നിന്നൊരു തൈ നട്ടു പാങ്ങിൽ ഉസ്താദും മറ്റുള്ളോരും വളമിട്ടു. അന്ന് വരക്കലിൽ നിന്നൊരു തൈ നട്ടു പാങ്ങിൽ ഉസ്താദും മറ്റുള്ളോരും വളമിട്ടു. കണ്ണിയത്തും ശംസുൽ ഉലമയും ലാളിച്ച് കൺമണി പോലെ പലരും സംരക്ഷിച്ച് സയ്യിദുൽ ഉലമയുടെ കരങ്ങളിൽ എത്തി മഹിതമിലായി നമുക്കിന്ന് ശതവർഷം കതിരുതിരും തിരുമധുര കണി തന്ന് കഥ പറയും കുളിരണിയും കുണിയ പുലി കണയുന്ന് കള പോലെ ഇളയാലേ മുത്ത് റസൂലും സ്വഹാബത്തും ചൊന്ന ഉത്തമ മാർഗത്തിൻ പാതയിൽ മുന്തിയ പാശം നെഞ്ചേറ്റി മണ്ണിൽ ചന്തം ജനത മുന്നേറല. പ്രിയമുള്ളവരെ, എന്താണ് സമസ്ത സീറ പാരായണം എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, പൂർവകാല പ്രവാചകന്മാരുടെ മഹത്തുക്കളാകുന്ന മഹാരഥന്മാരുടെ ലോകത്ത് കഴിഞ്ഞുപോയ സംഭവ ബഹുലമായ കഥകളുടെ അല്ല ചരിത്രങ്ങൾ, യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പഴയ കാലത്തുള്ള ആളുകളൊക്കെ കൃത്യമായി തനിമയാർന്ന മാപ്പിളപ്പാട്ടിൻ്റെ ഇശലുകളിലൂടെ പാട്ടുകൾ രചിച്ച് അതിലൂടെ സമൂഹത്തിന് ഒരുപാട് സംഭാവന നൽകിയിട്ടുണ്ട് കഴിഞ്ഞുപോയ കാലങ്ങളിൽ. പറഞ്ഞു പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധം ആളുകൾക്കത് ബോധ്യമാണ്. മൊഹീദ്ദീൻ മാലയിലൂടെ മഹാനായ മൊഹീദ്ദീൻ ശൈഖ് തങ്ങളെ കൂടുതൽ അടുത്തറിയാൻ അവസരം കിട്ടിയതുപോലെ മോയിൻകുട്ടി വൈദ്യർ രചിച്ച മഹത്തായിരിക്കുന്ന ബദറുൽ കുബ്ര എന്ന ബദർ സീറയിലൂടെ ബദരീങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ അവസരം കിട്ടിയതുപോലെ നമ്മളേറെ അറിയേണ്ട, നമുക്കറിയാം, ഒരുപാട് മഹത്തുക്കളായ ആളുകൾ. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു നമ്മുടെ മദ്ഹബിന്റെ ഇമാമാണ്. ബഹുമാനപ്പെട്ടവരെ കുറിച്ച് അങ്ങനെ കൃത്യമായ ഒരു പാട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി അവരോടുള്ള അടുപ്പവും അറിവും നമുക്കുണ്ടാകുമായിരുന്നു. അപ്പൊ ഈ പാട്ടുകൾ വലിയ സ്വാധീനം, അറിവുകൾ നമ്മുടെ ഈ സമൂഹത്തിന് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് പഴയ കാലങ്ങളിൽ. അങ്ങനെയുള്ള ഒരിടത്തിലാണ് നമ്മുടെ മഹത്തായ പ്രിയപ്പെട്ട പ്രസ്ഥാനം 100ാം വാർഷികം ആഘോഷിക്കുന്നത്. വിവരിക്കേണ്ടതില്ല, നമുക്കൊക്കെ അറിയാം. ഒരുപാട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതോടൊപ്പം 100 വർഷത്തെ ചരിത്രം, പ്രധാനപ്പെട്ട സംഭവ ബഹുലമായ സംഭവങ്ങൾ, പ്രമേയങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ, സ്ഥാപനങ്ങൾ, സംവിധാനങ്ങൾ, മഹാന്മാരായ ആളുകളുടെ കറാമത്തുകൾ, അവരുടെ പാരമ്പര്യം തുടങ്ങി 100 വർഷത്തെ ചരിത്രം അറബി മലയാളത്തിൽ തനിമയാർന്ന ഇശലുകളിലൂടെ രചിച്ച് പൂർവ്വകാലത്തൊക്കെ നമ്മുടെ മുമ്പിലെത്തുന്ന ബദർ, ഉഹദ് പടപ്പാട്ടുകളെ പോലെയുള്ള പടപ്പാട്ടുകളൊക്കെ മറിക്കുന്നത് പോലെ താഴ്ഭാഗത്ത് നിന്ന് മുകൾ ഭാഗത്തേക്ക് മറിക്കാവുന്ന രീതിയിൽ കേരള കിസ്സപ്പാട്ട് സംഘം എന്ന് പറയുന്ന നമ്മുടെ ഈ പാടി പറയുന്ന സംഘം ഒരു പുസ്തകം രചിക്കുന്നുണ്ട്. അത് ബഹുമാനപ്പെട്ട സമസ്തയുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. സമസ്തകാല ജമിയത്തുൽ-ഉലമ അൽഹംദുലില്ലാഹ് പ്രസിദ്ധീകരിക്കുന്ന 100 പുസ്തകങ്ങളിൽ അറബി മലയാള സാഹിത്യത്തിലുള്ള ഒരു പുസ്തകം ഇതായിരിക്കും. ഇത് പ്രസിദ്ധീകരിക്കാമെന്ന് ഉസ്താദുമാർ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇശലുകളാണ്, ഒരുപാട് ഇശലുകളുണ്ട്. നമുക്കറിയാം, ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു 4 വരി പാടി ഒരു പല്ലവിയും അനുപല്ലവിയും എഴുതി വീണ്ടും പല്ലവി വീണ്ടും വീണ്ടും ആവർത്തിച്ച് നീട്ടുന്ന പല പാട്ടുകൾക്കപ്പുറം
നമ്മുടെ ഈ ചരിത്ര കിസ്സപ്പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വരികളിലൂടെ ഒരുപാട് അറിവുകൾ സമൂഹത്തിന് നൽകുകയാണ്. അപ്പൊ അതിന് ആ രീതിയാണ് ഈ ഇശലുകൾക്കും പാട്ടുകൾക്കും ഒക്കെ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് നൂറുകണക്കിന് ഇശലുകൾ, 100-ലധികം ഇശലുകൾ ഉണ്ടാവും. 114 ഇശലുകളാണ് ബദർ പടപ്പാട്ടിലുള്ളത്. അപ്പൊ അത്രയും ഇശലുകൾ ഇവിടെ പാടി പറയാൻ നമുക്ക് സമയമല്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കലാവാം. മാത്രമല്ല 18 കേന്ദ്രങ്ങളിലും ഉസ്താദുമാരുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ഇത് പാടി പറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഈ പാട്ടിലെ 1-2 ഇശലുകൾ, അതിൽ 1-2 സംഭവങ്ങൾ, അതൊരു ബർക്കത്തിന് വേണ്ടിയിട്ട് അവതരിപ്പിക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ. ഒരു വലിയ യുദ്ധ കോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള അവതരണങ്ങളോ മറ്റൊന്നും ഉണ്ടാവില്ല. ചരിത്രമാണ്. മാത്രമല്ല ഒരു പ്രവാചകനെ കുറിച്ച് നമ്മൾ ചരിത്രം എഴുതുമ്പോൾ ഒരുപാട് പാട്ടുകൾ എഴുതും. അത് അങ്ങനെയല്ല, ഒരുപാട് മഹത്തുക്കളെ കുറിച്ച് 100 കൊല്ലം നടന്നു വന്ന വഴിയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് എഴുതി സമർപ്പിക്കുന്നത് നമ്മുടെ ഒരു സാധു സുഹൃത്താണ്, നമ്മുടെ സുപ്രഭാതം ഏജന്റ് കൂടിയാണ്. മലപ്പുറം ജില്ലയിലെ എടയൂരിനടുത്തുള്ള എന്നെ ഗഫൂർ മൗലവി എന്നെ ഗഫൂർ മാവണ്ടിയൂർ എന്ന് പറഞ്ഞൊരു സുഹൃത്താണ്. അപാരമായ കഴിവാണ്. ഒട്ടസുഖവിധ അസുഖങ്ങളൊക്കെ ഉള്ള ആളാണ്. അല്ലാഹു തആല പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു ജൂനിയർ വൈദ്യർ എന്നറിയപ്പെടേണ്ടവരാണ് ബഹുമാനപ്പെട്ടവർ. അവരാണ് ഇത് എഴുതി ഈ കിസ്സപ്പാട്ട് സംഘത്തിന് നൽകിയിട്ടുള്ളത്. അങ്ങനെയാണ് കിസ്സപ്പാട്ട് സംഘം ഈ നോക്കി എഡിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ തിരുത്തേണ്ടത് തിരുത്തി സമസ്തക്ക് സമർപ്പിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് അല്പം ചില ഭാഗങ്ങൾ മാത്രമാണ് ഈ ഭാഗം ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഭാഗം. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഇന്ന് നീലഗിരിയിൽ പ്രഭാഷണം നടത്തിയപ്പോൾ ഒരു സംഗതി പറയണ്ടായി. ഇത്രമാത്രം പോഷക ഘടകങ്ങളും അതിലേറെ അതുമായി ബന്ധപ്പെട്ട ഉപഘടകങ്ങളുമുള്ള ഒരു മതസംഘടന എന്ന് പറയുന്നത് ഏതെങ്കിലും ഉണ്ടോ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ചോദിച്ച പ്രഭാഷണം നമ്മുടെ യൂട്യൂബിലുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംഘടനകളെ കുറിച്ചുള്ള ചില വരികളെ കുറിച്ചും അതേപോലെ നമ്മുടെ പ്രസിദ്ധീകരണങ്ങളെ കുറിച്ചുള്ള ഒരു സംഭവം, അങ്ങനെ 2 ഇശലുകളിൽ ചില വരികൾ മാത്രമാണ് സമർപ്പിക്കപ്പെടുന്നത്. കുറവുകൾ ഉണ്ടാകാം. ഒന്ന് പരിമിതമായ സമയം 20 മിനിറ്റാണ്. അപ്പൊ നമ്മൾ 35-നാണ് തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം 55-ന് ഈ പരിപാടി കൃത്യമായിട്ട് അവസാനിക്കും. ഇൻഷാ അല്ലാഹ് അതിനുള്ളിലും അവസാനിക്കാം. പക്ഷെ അതിനപ്പുറം പോകാൻ പാടില്ല എന്നാണ് ഇതിന്റെ കൺട്രോൾമാരെ. അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ അൽഹംദുലില്ലാ. അപ്പൊ അതുകൊണ്ട് മഹാന്മാരുടെ ബർക്കത്ത് കിട്ടാൻ വേണ്ടി ഉസ്താദുമാരുടെ ഉപദേശ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ ചരിത്രത്തിലേക്ക് കടക്കുന്നത്. അള്ളാഹു നാമുമായി ബന്ധപ്പെട്ട ഈ പ്രിയപ്പെട്ട പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അള്ളാഹു തആല ആഖിബത്ത് നന്നാക്കി തരട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കവിതകളിലൂടെ മുന്നോട്ട് പോകാം. അഹദോൻ വളർമയിൽ പൂവിയൊക്കെ നടത്തുവാൻ അരുമയം സമസ്തക്ക് സഹായം ചെയ്യുവാൻ ഇതമിൽ അരശരമുലമക്കൾ നീനത്തമയുവാൻ അടിയിലെ കശകായി നിൽവാൻ മഹ്മൂദ് നബി ത്വാഹ അരുൾ ചെയ്തേ പഠിദീനെ മദാരിസാൽ തലാമീദിൽ പഠിപ്പിക്കാനേ അതിനുൾ മഹനീയ സുബുൽകളെ ഒരുക്കുവാനേ മഹിതമേ ലജ്നയൊന്നേ ലജ്നയ്ക്കായി മതവിദ്യാഭ്യാസ ബോർഡ് അതെന്നായി ലസിക്കുമ്പോൾ പൂജിത പേർ കൊടുക്കലായി ലയിപ്പിച്ച് മുനത്തിൽ ഉച്ചരിക്കലായി ലതമണി തുലങ്കലായി പൂജിതം പോലിതിലുള്ള മുഅല്ലിംകൾ കടവയായി ഉരൈ ജംഇയ്യത്തുൽ മുഅല്ലിമീനും പേരായി അതുപോലു ശീരോടെ മികും തഫ്തീഷ് ഒരുക്കും നോർക്കായി ഒരു സബ മുഫത്തിശീന ശുജഅത്താൽ നടത്തിടുന്നവർക്കായി ഒരുക്കിയ സുച്ചം SKMMA അതും മുൻചായ ശബാബിൻ സുന്നി യുവജന സംഘം ഒരുക്കലായേ ജനരിലും ഇരുപ്പമായേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ
അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് ചലിക്കുന്നതിന് സഹായകമായി ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാര് അതുമായി ബന്ധപ്പെട്ട് തയ്യാർ ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട ഒരു കീഴ്ഘടകമാണ് ഒന്നാമതായി പറഞ്ഞത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. അതുകൊണ്ട് താല്പര്യപ്പെടുന്നത് മഹമൂദർ നബി ത്വാഹ അരുൾ ചെയ്ത പടയദീനെ മദാരിസാൽ തലാമീദിൽ പഠിപ്പിക്കാനേ, അള്ളാഹുവിന്റെ ദീന് വരും തലമുറക്ക് പറഞ്ഞു പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം എന്ന നിലക്കാണ് പരിശുദ്ധമായ SKIMVB ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന സംഘടന ആ സംവിധാനം കൊണ്ട് താല്പര്യപ്പെടുന്നത് അതാണ്. അൽഹംദുലില്ലാ, അതുകൊണ്ടുണ്ടായ നേട്ടം ഒറ്റ വാചകത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. കോടാനുകോടി ജനങ്ങൾ നാളെ മഹ്ശറായുടെ മുറ്റത്ത് ഒത്തുചേരുമ്പോൾ അള്ളാഹുവിനോട്, അള്ളാഹുവേ എൻ്റെ മക്കൾക്ക് ദീൻ പഠിക്കാൻ പറ്റിയൊരു സൗകര്യം എൻ്റെ നാട്ടിൽ ഉണ്ടായില്ല എന്ന് ലക്ഷോപലക്ഷം ആളുകൾ അള്ളാഹുവിനോട് പരാതി പറയുന്നുവെങ്കിൽ പടച്ചവന്റെ മുമ്പിൽ അള്ളാഹുവേ എൻ്റെ മക്കൾക്കൊരു ദീന് പഠിക്കാൻ പറ്റിയ സമ്പ്രദായം ഉണ്ടായില്ല എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ പരാതി പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരവസരം മലയാളി മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു നൽകിയിട്ടുണ്ട്. മലയാളി മുസ്ലിം ഉമ്മത്ത് ഒരുമിച്ച് താമസിക്കുന്ന ഈ ഇടങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട ഈ വിദ്യാഭ്യാസ ബോർഡിന്റെ നേതൃത്വത്തിൽ പരിശുദ്ധമായ മദ്രസ സംവിധാനങ്ങളുണ്ട്. 11,082 മദ്രസകൾ കൃത്യമായി നടക്കുന്നു. അതോടൊപ്പം ഇന്ന് ലോകത്ത് നന്മ ആഗ്രഹിക്കുന്ന ആരൊക്കെ ഉണ്ടോ, തന്റെ മക്കൾക്ക് ദീൻ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അവിടെ മദ്രസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് സമസ്തയുടെ 10,666 എന്ന് പറയുന്ന മദ്രസ. അതെവിടെ നോക്കിയാലും ആ സ്ഥാപനം കാണില്ല. ആ 10,666 മദ്രസയാണ് നമ്മൾ 70 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് സ്വന്തം ഒരു ആപ്ലിക്കേഷൻ നിർമ്മിച്ചുകൊണ്ട് ഈ ലേണിംഗ് സിസ്റ്റത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 32 രാജ്യങ്ങളിൽ നിന്ന് 1000-ത്തിലധികം വരുന്ന കുട്ടികൾ ആ സംവിധാനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നന്മ ആഗ്രഹിക്കുന്ന, എൻ്റെ കുട്ടിക്ക് ദീന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് ഭാഷയുള്ള, ഏത് ലോകത്തുള്ള, ലണ്ടനോ US അങ്ങനെ തുടങ്ങിയ ഏത് രാജ്യത്തുള്ളവർക്കും. അപ്പൊ അതിനു വേണ്ടിയാണ് ബഹുമാനപ്പെട്ട SKIMVB ഒരു പ്രധാനപ്പെട്ട കീഴ്ഘടകമാണ്. രണ്ടാമത് അതിനോട് ഒത്തുചേർന്ന് നിൽക്കുന്ന ഉചിതം പോലിതിയിലുള്ള മുഅല്ലിംകൾ കടവയായി ഉരൈജംഇയ്യത്തുൽ മുഅല്ലിമീനും പേരായി അതുപോൽ ഉശീരോടെ മികും തഫ്തീശൊരുക്കുന്നോർക്കായി ഒരു സഭ മുഫത്തീശീനായി. വിദ്യാഭ്യാസ ബോർഡിന് തോളോട് തോള് ചേർന്ന് ആ സംവിധാനങ്ങൾ, നിയമ സംവിധാനങ്ങളോട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സംവിധാനമാണ് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ. ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ സംവിധാനമാണ്. ഒരുപാട് നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. നമുക്കറിയാവുന്നതുപോലെ സമസ്ത വിദ്യാഭ്യാസ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം 5, 7, 10, 12 ക്ലാസ്സുകളിലെ പൊതുപരീക്ഷ മാത്രമാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്നത്. ബാക്കിയുള്ള മുഴുവൻ പരീക്ഷകളും നടത്തുന്നത് ജനങ്ങൾക്കിടയിൽ ഒരുപാട് പ്രതികരണം ഉണ്ടായ പ്രാക്ടിക്കൽ പരീക്ഷയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നടന്ന അതെല്ലാം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ജംഇയ്യത്തുൽ മുഅല്ലിമീനാണ്. അതിൽ നിന്നോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനമാണ്. രണ്ടും 1951 രൂപീകൃതമായതാണ്. ജംഇയ്യത്തുൽ മുഅല്ലിമീനും അതേപോലെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡും. ആ സംവിധാനം നടത്താൻ വേണ്ടി ശുചിത്വത്താൽ നടത്തിയിടുന്നവർക്കായി ഒരുക്കിയ ഈ സംവിധാനങ്ങളൊക്കെ ഒരു വാഹനമാണെങ്കിലും അതിന്റെ പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് എഞ്ചിനാണ്. അപ്പൊ ആ എഞ്ചിൻ എന്ന സ്ഥാനത്ത് നിൽക്കുന്ന മാനേജ്മെന്റിന് ഈ സംവിധാനം സമസ്തക്ക് കീഴ്ഘടകമായി സമസ്ത കേരള മാനേജ്മെന്റ് അസോസിയേഷൻ എന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഉശീരോടെ മികും തഫ്തീഷ് ഒരുക്കുന്നവരായി ഈ മദ്രസകളെ കുറിച്ചൊക്കെ അന്വേഷണം നടത്തി വേണ്ട കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ വേണ്ടിയുള്ള ബഹുമാനപ്പെട്ട ജംഇയ്യത്തുൽ മുഫത്തിശീൻ എന്ന് പറയുന്ന ഒരു സംഘടനയും സംവിധാനം ചെയ്തു. നമ്മുടെ വയനാട് ജില്ലയിൽ ബഹുമാനപ്പെട്ട ഹനീഫുൽ ഫൈസി അടക്കമുള്ള 9 മുഫത്തിഷുമാരുണ്ട്. ബഹുമാനപ്പെട്ടവർ അമിനി ഫൈസി റിട്ടയർഡ് കൂടിയാണ്. അപ്പൊ അങ്ങനെയുള്ള 9 മുഫത്തിഷുമാരുടെ സേവനം വയനാട് ജില്ലയിൽ ലഭ്യമാണ്. അങ്ങനെ SKIMVB, അതേപോലെ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, SKMMA, അതേപോലെ ജംഇയ്യത്തുൽ മുഫത്തിശീൻ. അതോടൊപ്പം നുജൂമാകും മുതഅല്ലി മുകൾക്കുള്ളതാകുന്നി നുവൽ SKSSF എന്ന ദീനെ എണ്ണി അപ്പോൾ നറുമാണി കുരുന്നുകൾ ഒരു പേരുന്നി നലവസ് ബിവിയും തന്നെ തനതായി സുന്നികൾക്കുള്ള മഹല്ലിൽ കാര്യങ്ങളിൽ തരം പോൽ വേണ്ടതായുള്ള ഒരുക്കങ്ങളിൽ മുന്താൻ തർത്തീബാക്കിയ SMFനെ ചേലിൽ തലമിതിൽ നിലത്തെ കോളിൽ
മീനൂസത്തിൽ നയിക്കുന്നേ ഖതീബന്മാർ കടവേയാം മികവുറ്റേ ഖുത്ബായിൻ നുടേ ജംഇയാം ദർസിൽ മിഹ്നത്തികളിൽ മുദരിസീനും മൊയ്യാം മികുതിയും ശുരൂദി തുയ്യാം മനീതർ ഉണ്ടനകത്താൽ വിദേശം സുന്നികളായി മടിക്കാതെ അവർ കൊണ്ട് കശകമായി നവിലൈ മഹീതത്തിൽ അതിനെ സൈസിയും പേരായി മടങ്ങിയോർ പ്രവാസി മയാം ജോബുള്ളവരസിയയിൽ തന്നെ കരുത്തായി ലീഗലേസല്ലേ ഒന്നിരിക്കുമേ നിയമ കശാപീശകളെ കൊല്ലും ഒതുക്കിയിടുന്ന കമനമേ സകലം പൊന്നാ പറയുന്നത് നുജൂമാകും മുതഅല്ലിമുകൾ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളുന്ന നമ്മുടെ SKSSF ഒരുപാട് പറഞ്ഞു പരിചയപ്പെടുത്തേണ്ടതില്ല. വിജ്ഞാനം വിനയം സേവനം എന്ന മുദ്രാവാക്യത്തോടുകൂടെ ഒരുപാട് ഉപഘടകങ്ങളോടുകൂടെ പ്രവർത്തിക്കുന്ന, അത് കുട്ടികളുടെ പഠനവുമായി ആ പ്രായത്തിലുള്ള ആളുകൾക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു സംഗതി. അതേപോലെ സുന്നി യുവജന സംഘം എന്ന് പറയുന്ന മൊഞ്ചായ ഷബാബിന് യുവാക്കളാകുന്ന ആളുകൾ, പ്രത്യേകിച്ച് SKSFന്റെ പരിധി കഴിഞ്ഞാൽ മരണം വരെ അംഗമാകാൻ പറ്റുന്ന നല്ല ഒരു സംവിധാനം സുന്നി യുവജന സംഘം അൽഹംദുലില്ലാ പരിശുദ്ധമായ ഒരു ബദർ ദിനത്തിൽ കൂടിയാണ്. അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു പാട്ടിൽ വരുന്നുണ്ട്, SYS എന്ന സംഘടന മാത്രം പരാമർശിച്ചുകൊണ്ട്. അങ്ങനെ SYS രൂപീകരിക്കപ്പെട്ടു, അതും ഒരു പോഷക സംഘടനയാണ്. അതേപോലെ SKSSF അരുമസന്താന നറുമാണി കുരുന്നൂകൾ കൊരു പേരുന്നി പൊന്നുമക്കൾക്ക് ഇടപെടാൻ പറ്റുന്ന SBV, അതിൽ ഖിദ്മ, അതേപോലെ അവരുടെ റഹ്മാനൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ SBV. വലിയ ഒരുപാട് ആളുകളുള്ള ചെറിയ ഒരു സംഘടനയാണ് SBV. നമ്മുടെ കുട്ടികളൊക്കെ അതുമായി ബന്ധപ്പെടുത്തേണ്ടതാണ്. പിന്നെ അത് താഴെ പറയുന്നത് മനീതരാം നയിക്കുന്ന ഖതീബന്മാർക്ക് ബഹുമാനപ്പെട്ട ജമിയത്തുൽ ഖുതബാ, അതേപോലെ ജമിയത്തുൽ മുദരിസീൻ, അതോടൊപ്പം മനീതറുണ്ടനകത്താൽ വിദേശം സുന്നികളായി മടിക്കാതെ അവർ കൊണ്ട് കശകമായി നവിലൈ മഹീദത്തിലതിന്നെ സൈസിയും പേരായി മടങ്ങിയോർ പ്രവാസി സല്ലായി. ശക്തമായ താപമേറുന്ന മരുഭൂമിയിൽ കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെടുന്ന നമ്മുടെ സുന്നികളാകുന്ന പ്രവാസികൾക്ക് SIC എന്ന സംവിധാനമുണ്ട്. തിരിച്ചു വന്നവർക്കോ പ്രവാസി സെൽ എന്ന് പറയുന്ന സംവിധാനവുമുണ്ട്. അതോടൊപ്പം ഗണം ഹുക്കുമയാം ജോബുള്ളവർ, ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനവുമായി ഇടപെട്ട് ചെയ്യുന്ന ആളുകൾ SCA എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അതേപോലെ കരുത്തായി ലീഗല് സെല്ലൊന്നിരിക്കും പിന്നെ കശപിശകളെ കൊല്ലും ഒതുക്കിയിടുന്ന കമനമെ സകേലം പൊന്ന. നാടുകളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും സംഘടനാ രംഗത്തുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടുന്ന നല്ല ലീഗൽ സെല്ലും സംവിധാനം, ഇങ്ങനെ 13 പോഷക സംഘടനകളെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രം. അതോടൊപ്പം നമ്മുടെ സംവിധാനത്തിന് ശക്തിപ്പെടുത്തുന്ന സംവിധാനം, സമൂഹത്തിന് സമർപ്പിക്കുന്ന 1-2 പ്രസിദ്ധീകരണങ്ങളെ കൂടി പറഞ്ഞ് പരിമിതമായ സമയത്ത് കൃഷ്യം ഇൻഷാ അല്ലാഹ് നമുക്ക് 55 ആകുമ്പോഴത്തേക്ക് അവസാനിപ്പിക്കേണ്ടത്. ഒരു 5 മിനിറ്റ് കൂടിയുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ ആ ഭാഗത്തിലൂടെ നമുക്കൊന്ന് പോകാം. ബഹുമാനോട് സംസ്ഥ നേരിട്ട് പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണങ്ങളെ കുറിച്ച് ഇൻഷാ അല്ലാഹ്. പൊന്മണി പോൽ പൂത്ത് വെണ്മയലിത്താലം കാൺമാൻ നമുക്കായി മഹത്വം പൊങ്കിടയേറെ തുലങ്കിടും പൂവിലായി എങ്കും വിളക്കായി. തിന്മകൾ വിട്ടെങ്കും നന്മൈ നിറക്കും ദൗര്യകളുണ്ടാമേ നമുക്ക് തീർത്തും ഇദയത്തിൽ ചേർത്ത് ബത്തിടുവാൻ കീർത്തിയുൾ ചണ്ടാമേ, കീർത്തിയുൾ ചണ്ടാമേ. സന്മരാൻ ഉസ്താദന്മാരിലായി മുഅല്ലിം ഷഹരിയായി ഇറങ്ങും സാരം സാരം നിറൈന്തതും ശൂരം മികൈന്തത പാരം ജമാലിയായി. നെന്മണി കാൺകിലോ തിന്മാനായി മുന്തും പൊന്മൈനകളെ പോലെ സോബികൾ നേശം വരുന്ന വിശേഷാൽ കുരുന്നുകൾ മാസികയും ചേലേ.
അപ്പൊ നമ്മുടെ സമസ്തയുടെ പ്രസിദ്ധീകരണങ്ങളെ കുറിച്ച് തിന്മകൾ വിട്ടെങ്കും നന്മ നിറക്കും ഒരുപാട് പ്രബോധനങ്ങൾ ചെയ്യുന്ന കൂടുതൽ സമസ്ത തിന്മകൾ വിട്ടെങ്കും നന്മ നിറക്കും ദൗര്യകൾ ഉണ്ടാമേ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രസിദ്ധീകരണങ്ങളുണ്ട്. തീർത്തും വിധേയത്തിൽ ചേർത്ത് വെച്ചിടുവാൻ കീർത്തികൾ ചെണ്ടാമേ ഒട്ടേറെ പേർ ആകർഷിക്കുകയും വായിക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രസിദ്ധീകരണം എന്നാണ് പലർക്കും അറിയില്ല. സന്മരരാം ഉസ്താദന്മാരായൽ മുഅല്ലിം ശഹരിയായി ഇറങ്ങും സാരം നിറൈന്തതും സൂരം മികൈന്തത് പാരം ജമാലിയായി 1182 മദ്രസകളിലേക്കും സൗജന്യമായി സമസ്ത അയച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് അൽ മുഅല്ലിം മാസിക എന്ന് പറയുന്ന ഒരു സംവിധാനം. അപ്പൊ അങ്ങനെ സുന്ദരമായ പ്രസിദ്ധീകരണമുണ്ട്. അതോടൊപ്പം ഒരു വരി നമ്മുടെ കുട്ടികൾക്ക് നന്മണി കാൺകീലോ തിന്മാനായി മുന്തും പൊൻ മൈനകളെ പോലെ സ്വബികൾ നേശം വാരുന്ന വിശേഷാൽ കുരുന്നുകൾ മാസികയും ചേലേ. നമ്മുടെ കവിയുടെ കഴിവിന്റെ ഒരു ഉദാഹരണം കൂടിയാണത്. നെന്മണി കാൺകിലോ തിന്മാനായി മുന്തും പൊൻ മൈനകളെ പോലെ. നെന്മണി കണ്ട അത് കൊത്തി തിന്നാൻ വേണ്ടി കൊതിക്കുന്ന പൊൻ മൈനകളെ പോലെ എന്ന് പറയുന്ന പാട്ടിൽ ചിറ്റെഴുത്ത് എന്ന് പറയുന്ന സഹബാറടങ്കൽ എന്ന് പറഞ്ഞൊരു രീതിയിൽ ചിറ്റെഴുത്ത് വാജിബാണ്. അതിന് നിയമം അനുസരിച്ചുകൊണ്ട് അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. നെന്മ അതേപോലെ തിന്മ പൊന്മ. നെന്മണി കാൺകിലോ തിന്മാനായി മുന്തും പൊൻ മൈനകളെ പോലെ സ്വബികൾ കുട്ടികൾ നേശം വരുന്ന വിശേഷാൽ കുരുന്നുകൾ മാസികയും ചേലേ. പൊന്നുമക്കൾക്ക് ആ കുരുന്നുകളെ പറഞ്ഞു പരിചയപ്പെടുത്തിയപ്പോ തന്നെ ഒരു കുട്ടിത്തത്തിന്റെ ഉദാഹരണം കൂടിയാണ് കവി സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോ അൽ മുഅല്ലിം മാസികയുണ്ട്, കുരുന്നുകൾ മാസികയുണ്ട്. സമയം പരിമിതമായതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ചേരിൽ നാരി കിംബമാല കുടുംബം സന്തുഷ്ട കുടുംബം മാസികയുണ്ട്. അതേപോലെ വലിയ റിജാലുകൾ അടങ്കലിൽ വലിയ വലിയ ആളുകൾക്കൊക്കെ വായിച്ചു വളരാൻ പറ്റുന്ന സുന്നി അഫ്കാർ എന്ന് പറയുമ്പോൾ വയനാടിനെ മറക്കാൻ കഴിയില്ല. സുന്നി അഫ്കാർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പണങ്ങോട് ഉസ്താദിന്റെ വിചാരപദമാണ് മനസ്സിൽ വിചാരിക്കുന്നത്. അള്ളാഹു ബഹുമാനപ്പെട്ട ദറജ ഉയർത്തി കൊടുക്കട്ടെ. അപ്പൊ ആ സുന്നി അഫ്കാർ ഉണ്ട്. അതേപോലെ അവസാനത്തെ 2 വരി കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ആലത്തിൽ തന്നെ അജബായി മിന്നും ജരീദ നാമുക്കാമേ സമസ്ത ആക്കിയ മേൽക്കയ്യ ഹക്കിം നസ്റാലെ പാക്കിയവും താമേ. കാലം ഇതുവരെ ഇല്ല കാമാൻ വേറെ സുപ്രഭാതം പോലെ മറ്റൊന്ന് കാര്യം മൂലമായിൻ വീര്യം മാടവയിൽ നേരും നേറിയാലേ. അത്ഭുതകരമായ 10ാം വർഷത്തിലേക്ക് കടന്ന് 10 വർഷം കഴിയുന്ന ആലത്തിൽ തന്നെ അജമായി ലോകത്തന്നെ ഒരു പത്രത്തിന്റെ സാഹചര്യം വിലയിരുത്തി നോക്കുമ്പോൾ അത്ഭുതകരമായി തോന്നുന്ന ജരീദ നമുക്കാമേ അഥവാ സുപ്രഭാതം എന്ന് പറഞ്ഞ പത്രം നമുക്കുണ്ട്. ആക്കിയെ മേൽക്കയ്യെ ഹാക്കിം നസ്റാലെ. അതിങ്ങനെ വളർന്നു വലുതാകാൻ അള്ളാഹുവിന്റെ ഒരു അപാരമായ സഹായം കൂടെ ഉണ്ടായത് കൊണ്ടാണ്. കാലം ഇതുവരെ ഇല്ല കാമാൻ വേറെ. ഈ കാലം അത്രയും ഇങ്ങനെ ഒരു പത്രത്തെ നമ്മൾ കണ്ടിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് കാര്യം മുലമഇൻ വീര്യം അടവയിൽ നേരും നെറിയാലെ. ഏതാണ് പറയേണ്ടത് ഏതാണ് പറയേണ്ടതെന്ന് കൃത്യമായി സമൂഹത്തിന് സമർപ്പിച്ചു കൊടുക്കുന്ന പത്രവും നമുക്കുണ്ടെന്ന് ഈ കവിതകളിലൂടെ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ ഈ പത്രവും ഈ സംവിധാനം ഈ സംഘടനകളുമായി അൽഹംദുലില്ലാഹ് നമ്മൾ സമസ്ത ജൈത്രയാത്രയായി മുന്നോട്ട് ഗമിക്കുന്നു. എങ്ങനെ നെറിയുറ്റ് മുന്തി നടന്താനേ നേരമാർഗം ഈ മണ്ണിൽ വളർந்தானே. പാരിലവാസം പരന്താനേ പാശം കൊണ്ട് ജനേരും മുതിർന്നാനേ. അറിവുറ്റ ഉലമകൾ മുന്നേ നിലത്തിട്ടും അവരോട് പിന്നിൽ ജനത അടുത്തിട്ടും നിരവധ മട്ടം മാതത്തെ പാടിത്തിട്ടും നിലമെത്തോർക്കൊത്ത ദീനേശം ചാരിത്തിട്ടും കണ്ടാനേ ജികം കൊണ്ടാനേ കണ്ടാനേ ജികം കൊണ്ടാനേ. കൊണ്ട സമയം ഭയന്താനേ കോട്ടം മണ്ടയിലണ്ട് ഉഷർന്താനേ. കിണ്ടം മികന്തവർ നിന്താനേ കിണം മുന്തി വരും എണ്ടറിന്താനേ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സമസ്ത ആ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തോടൊപ്പം നിന്ന് ഈ പറഞ്ഞ ഈ സംഘടനകളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ നമ്മുടെ കുട്ടികളും ബന്ധപ്പെടാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണമെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാകാൻ ശ്രമിക്കുക. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളും പ്രാർത്ഥനയും കബൂലാക്കട്ടെ. ആമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.